ഡി എഫിന് അനുകൂലമായ ഒരു തരംഗം തന്നെ ഉണ്ട് എന്നാണ് ഞങ്ങളുടെ. അതുകൊണ്ടാണ് ഈ 100 സീറ്റ് എന്നൊക്കെ പറയുന്നത്. ആ തരംഗം ഉണ്ട് എന്നാണ്. ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന്റെ പറഞ്ഞതാണ് അത്ര ആവശ്യമില്ല എന്നുള്ളത്. ഞാനല്ല, തങ്ങൾ പറഞ്ഞ സാഹചര്യം നോക്കി അത് പരിഗണിക്കും ആവശ്യം. അല്ല, അതെ അതെ, ഇതിപ്പോൾ നമ്മളിപ്പം ചർച്ച ചെയ്യേണ്ട. തങ്ങളത് സംബന്ധിച്ചൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. തങ്ങൾ പറഞ്ഞത് അവിടെ നിൽക്കുന്നുണ്ട്. ഞങ്ങളതൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. മറ്റ് അങ്ങനെയുള്ള ചർച്ചകളൊന്നും കൊണ്ടുവരാൻ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുമില്ല. അതുകൊണ്ടാണ് തങ്ങളെ പറഞ്ഞത്. ഒക്കെ എത്ര പ്രാവശ്യം പറഞ്ഞു, പിന്നെന്തിനും ഇപ്പോൾ ചോദിക്കുന്നു. ആദ്യം ഭൂരിപക്ഷം കിട്ടട്ടെ. ഈ രാജ്യത്തിൻ്റെ പ്രശ്നം പലതും ഉണ്ടല്ലോ, അതല്ലേ നമുക്ക് നോക്കണം. ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തിയിട്ടേനല്ലേ പറയുന്നത്. 100 സീറ്റ് കിട്ടാനുള്ള സാധ്യത ഒക്കെ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ നല്ല ഒരു 20-18 സീറ്റ് യു ഡി എഫ് ജയിച്ചില്ലേ. അതേ ട്രെൻഡാണെങ്കിൽ ഉണ്ടാവുമല്ലോ. നിങ്ങൾ കണക്കൂട്ടി നോക്കിയാൽ മതി. പിന്നെ പേരാമ്പ്ര ഒക്കെ അതൊക്കെ വലിയ പ്രതീക്ഷ. അതുപോലെയുള്ള സീറ്റുകളൊക്കെ പ്രതീക്ഷിക്കല്ലേ. സൗത്ത് അതുപോലെ അങ്ങോട്ട് കോഴിക്കോട് ജില്ലയിലൊക്കെ മുഴുവൻ സീറ്റിലും പ്രതീക്ഷയാണ്. മലപ്പുറം ജില്ലയിൽ പിന്നെ പോട്ടെ, കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തന്നെ അവർക്ക് സീറ്റൊന്നും കിട്ടിയില്ല. അല്ല, അത് പിന്നെ യു ഡി എഫ് വരും എന്നുള്ളൊരു വസ്തുതയാണെങ്കിൽ അപ്പോൾ അതൊക്കെ ഒരു സാക്ഷ്യപത്രമായിട്ട് നിങ്ങൾ തന്നെ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഞാനും അതിനൊരു വ്യാഖ്യാനം പറയേണ്ട ആവശ്യമില്ല. ഇവരൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ശരിയാണെന്ന് തോന്നുന്നുണ്ട്. മീഡിയ തന്നെ വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ ഉണ്ടാവും. കൂടിയാലോചനകളുണ്ടാവും. യു ഡി എഫിൻ്റെ കൂടിയാലോചനയുണ്ടാവും. എന്തായാലും ഒരു കാര്യം തീർച്ചയായും, ഞങ്ങളുടെ ആത്മവിശ്വാസം വളരെ പ്രകടമാണല്ലോ. സതീശൻ പറഞ്ഞ കണക്കിലേക്ക് തന്നെ എത്തും. അതുതന്നെയാണ് ഞങ്ങളുടെയൊക്കെ തോന്നൽ.